സംസ്ഥാനത്ത് ഗതാഗത നിയമലംഘനത്തിന് AI ക്യാമറകൾ വഴി പിഴ ഈടാക്കി തുടങ്ങി. സംസ്ഥാനമാകെ 726 ക്യാമറകളാണ് സ്ഥാപിച്ചിരിക്കുന്നത്. AI ക്യാമറ നിരീക്ഷണത്തിനായി 14 കൺട്രോൾ റൂമുകളിലായി 130 ജീവനക്കാരെയാണ് വിന്യസിച്ചിട്ടുള്ളത്. 7 തരം നിയമലംഘനങ്ങൾക്കാണ് ആദ്യഘട്ടത്തിൽ പിഴ ഈടാക്കുന്നത്. ഗതാഗത ലംഘനം കണ്ടെത്തിയാൽ മൊബൈലിലേക്ക് SMS സന്ദേശത്തിന് പുറമെ വീട്ടിലേക്ക് നോട്ടീസ് അയക്കും. 15 ദിവസത്തിനകം ജില്ലാ എൻഫോഴ്സ്മെന്റ് RTOയ്ക്ക് അപ്പീൽ നൽകാം. ഇത് ഓൺലൈൻ വഴി നൽകാനുള്ള സംവിധാനം 2 മാസത്തിനുള്ളിൽ നിലവിൽ വരും. എമർജൻസി വാഹനങ്ങൾക്ക് പിഴയിൽ നിന്ന് ഇളവുണ്ടാകും. ഹെൽമറ്റ് ഇല്ലെങ്കിൽ 500 രൂപയാണ് പിഴ. സീറ്റ് ബെൽറ്റ് ഇല്ലെങ്കിൽ 500 രൂപ പിഴ ഒടുക്കേണ്ടി വരും. ഡ്രൈവർക്ക് പുറമെ മുൻസീറ്റിലുള്ളയാൾക്കും സീറ്റ് ബെൽറ്റ് നിർബന്ധമാണ്. ആദ്യ ദിനത്തിൽ സമ്മിശ്ര പ്രതികരണങ്ങളാണ് AI ക്യാമറയുമായി ബന്ധപ്പെട്ട ജനങ്ങളിൽ നിന്നും ഉണ്ടാകുന്നത്. ജനങ്ങളുടെ നന്മ കാണിച്ചിട്ടാണ് നമുക്കിത് AI ക്യാമറ കൊണ്ടുവന്നേക്കുന്നത്. പക്ഷേ ഇതിപ്പോൾ അഴിമതിയുടെ ലെവൽ എക്സ്ട്രീം ലെവലാണ്. ഇപ്പോൾ AVIPസിനൊരു നിയമം, സാധാരണക്കാരനൊരു നിയമം, പിന്നെ ഓരോ ക്യാമറയ്ക്ക് ഓരോ ടാർഗറ്റ് വരെ കൊടുത്തിട്ടുണ്ട്. ഇത് ജനങ്ങളുടെ നന്മയ്ക്കായിരുന്നെങ്കിൽ ടാർഗറ്റിന്റെ ആവശ്യമില്ലായിരുന്നു. കേരളക്കാർക്ക് വേണ്ടി നന്മയ്ക്കാണെങ്കിൽ വേറെ എന്തൊക്കെ വഴിയുണ്ട്? ഒരു ക്യാമറ വെച്ച് പിരിക്കേണ്ട ആവശ്യമില്ല. അതിനേക്കാളും നല്ലപ്പോൾ റോഡിലേക്ക് ഇറങ്ങിയിട്ട് ഒരാളുടെ 50 രൂപ വെച്ച് മേടിച്ചാൽ അത് ലാഭമാണ്. AI ക്യാമറ വെച്ചാൽ സാധാരണക്കാരൻ മാത്രം പിഴിയുന്നൊരു സിസ്റ്റമാണിത്. ഇതുകൊണ്ട് ഇപ്പോഴത്തെ ജനറേഷന് എൻ്റെ പൊതുവെയുള്ള കാര്യം പറയുവാണെങ്കിൽ നല്ലതല്ല. മൊത്തത്തിൽ നാട്ടിലെ ജനങ്ങൾക്ക് വിഷമം തന്നെയാണ്. അത് ഇപ്പോൾ സർക്കാരിന് പൈസ ഉണ്ടാക്കാനായിട്ടുള്ളൊരു തീരുമാനമാണ്. അവർ പറയണ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നാണ്. അപ്പോൾ ഇപ്പോഴത്തെ ജനങ്ങൾ കുട്ടികളും മക്കളായിട്ട് പോകണ ഫാമിലി ഒന്നായിട്ട് പോകുമ്പോൾ ഉള്ള വിഷമങ്ങൾ, പിന്നെ സ്കൂൾ കുട്ടികൾ വിദ്യാർത്ഥികൾ പോകണ അതിനുള്ള വിഷമങ്ങൾ. അപ്പോൾ എന്തായാലും ആ നാട്ടിൽ നിന്ന് വേണ്ടാത്ത സംഗതിയാണ് എടുത്തുകൾ. മുമ്പ് നായനാർ ഈ സിഗരറ്റ് വലിക്കുന്നതിനെ പറ്റി പറഞ്ഞതിന് പോലീസുകാരോട് മറവിലൊക്കെ പോയിരുന്നിട്ടാണ് വലിക്കല്. അപ്പം നായനാർ പോലീസുകാരോട് ചോദിച്ചു, നിങ്ങളെന്തെങ്കിലും അവിടെയൊക്കെ പോയിട്ട് ഓലൊക്കെ പോയിട്ട് ബുദ്ധിമുട്ടിക്കുന്നത്? ഈ ഓല് മറവിൽ നിന്ന് വലിക്കണം, അവിടെ പോയിട്ട് നിങ്ങൾ പേ ഇവിടാക്കണം. അതിന് നമ്മൾക്ക് അധികാരം തന്നിട്ടില്ല എന്നാണ് നായനാർ. എന്ന മാതിരിയുള്ള കഥയാണ് ഇപ്പോൾ ഇത്. ഇതിപ്പോൾ മുഖ്യമന്ത്രി ഒന്നും പറയില്ല. മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി പറയണം. മൊബൈൽ ഫോൺ ഉപയോഗിച്ചാൽ 2000 രൂപ. ഇരുചക്ര വാഹനങ്ങളിൽ 2-ലധികം പേർ യാത്ര ചെയ്താൽ 1000 രൂപ എന്നിങ്ങനെ പിഴ നൽകണം. റെഡ് സിഗ്നൽ മുറിച്ചു കടന്നാൽ സ്ഥിതി വിലയിരുത്തി കോടതി പിഴ വിധിക്കും. അമിത വേഗത്തിന് 1500 രൂപ. അപകടകരമായ പാർക്കിങ്ങിന് 250 രൂപ എന്നീ നിരക്കിലാണ് പിഴ അടയ്ക്കേണ്ടത്. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.